ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. നമുക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് തിരക്കുകളും കേക്കിൻ്റെ ഓർഡറുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ വൈകിയത്. മാത്രവുമല്ല എന്നും ഏലത്തിൻ്റെ പണികളില്ലാത്തതിനാൽ ഏലത്തെക്കുറിച്ച് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് കേട്ടോ വീഡിയോ കുറച്ചൊന്ന് വൈകിയിരിക്കുന്നത്. ഡെയിലി മുടങ്ങാതെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഞാനാണ്. എങ്കിൽ നമുക്ക് ഏലത്തിൻ്റെ വിശേഷങ്ങൾ ഡെയിലി കാണിക്കാനില്ല. പിന്നെ വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് ഡെയിലി മുടങ്ങാതെ വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കഴിവതും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് എനിക്ക് വരുന്നൊരു പ്രശ്നം, നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. നല്ല പ്രോബ്ലമാണ് നെറ്റിൻ്റേത്. അപ്പം നമുക്ക് ഈ ഭാഗത്ത്, ഞങ്ങൾ ഈ താമസിക്കുന്ന ഭാഗത്ത് നെറ്റിൻ്റെ നല്ലൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ തൂക്കുപാലം സിറ്റിയിലൊക്കെ പോയിട്ട് വേണം ഇതൊന്ന് അപ്ലോഡ് ചെയ്യുവാനായിട്ട്. അതുകൊണ്ടൊക്കെയാണ് കുറച്ചുകൂടെ ഒന്ന് വൈകുന്നത് കേട്ടോ. കൂട്ടുകാരെല്ലാം ഒന്ന് ക്ഷമിച്ച് സഹകരിച്ച് തരണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് നിങ്ങൾ തന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ പിന്നെയും പറഞ്ഞിരുന്നു നിങ്ങളോട്, എനിക്ക് ഏലത്തെക്കുറിച്ചൊന്നും അറിയാതെയാണ് ഞാൻ ചെയ്യുന്നത്. പലരിൽ നിന്നുള്ള അറിവുകൾ തേടിയും നമ്മുടെ വളക്കടയിൽ നിന്ന് പറഞ്ഞു തരുന്നതും, പിന്നെ നമുക്ക് എന്തെങ്കിലും ഏലത്തിനൊരു കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് കാണിക്കുമ്പോൾ വളക്കടക്കാർ കറക്റ്റ് പറഞ്ഞു തരും. ഒരു വളക്കടയിലല്ല, ഞാൻ മാറി മാറി 2-3 വളക്കടയിൽ ചോദിക്കും, എന്നിട്ട് ഞാനത് മരുന്ന് ചെയ്യാറുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന മരുന്ന് ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാതിരുന്നതും. അപ്പോഴൊക്കെ നിങ്ങളൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, ഏതാണ് കണ്ടൻറ്റ്, ഏതാണ് മരുന്ന്, കുപ്പിയൊന്ന് കാണിക്കുമോ, ഫോട്ടോ എടുത്തിടുമോ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നേരെ മരുന്ന് കാണിച്ച് തന്നെ ചെയ്യുന്നതും കേട്ടോ. നമുക്കിന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3ാം റൗണ്ട് കായെടുപ്പിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ കാ വിളഞ്ഞോ നോക്കാനായിട്ട് ഞാൻ കയറി വന്നതാണ്. രാവിലെ നല്ല മഞ്ഞാണ്. നല്ല മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. അത്രയ്ക്ക് മഞ്ഞായിരുന്നു. കുറച്ചൊന്ന് മഞ്ഞ് മാറി ഒരു 8-8:30 കൂടിയാണ് കേട്ടോ പറമ്പിലേക്ക് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ കാ വിളഞ്ഞോന്നൊന്ന് പൊട്ടിച്ച് നോക്കാനായിട്ടാണ്. നമ്മുടെ ചേച്ചിമാരെ വിളിച്ച് കായ എടുപ്പിക്കണം. അപ്പം എല്ലായിടവും തന്നെ 2ാം റൗണ്ട് കായ എടുത്തവർ 3ാം റൗണ്ട് കായ എടുക്കുന്ന സമയമാണ്. നമ്മുടെ പറമ്പിൽ കിട്ടുന്ന വെയിലിനനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം കായൊക്കെ ഇവിടെ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കായ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. മഞ്ഞുവെള്ളമൊക്കെ വീണ് കിടക്കുന്നത് കാണാനും നല്ല രസമാണ്. കണ്ടോ, ഇതെല്ലാം മഞ്ഞുവെള്ളം പൊഴിഞ്ഞ് കിടക്കുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊന്ന് താമസിച്ച പറമ്പിലേക്ക് കയറി വന്നത്, അതുകൊണ്ടാണ് ഇത്രയെങ്കിലും മാറിയത്. വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹൈ റേഞ്ചിൽ നല്ല മഞ്ഞും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. ദിവസങ്ങളായിട്ട് മഴയായിരുന്നു. ആ മഴയൊക്കെ ഒന്ന് മാറി വന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കാ പഴുത്തം നോക്കുന്ന 1-2 ചെടികൾ മാറി മാറി നോക്കും കേട്ടോ. അല്ലാതെ 1-2 ചെടികൾ നോക്കിയിട്ട് പോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ ചെടികളൊന്ന് മാറി മാറി പൊട്ടിച്ച് നോക്കും. അതിന് ശേഷമാണ് കറക്റ്റ് പഴുത്തിട്ടുണ്ട്. കായ എടുക്കാനുള്ള സമയമായി. ഇനി നമുക്ക് അടുത്ത ദിവസം ചേച്ചിമാർ വന്ന് കായ എടുത്തോളും. കായെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം. ഞാനിവിടെ പറിച്ച് നോക്കിയ എല്ലാ കായകളും പഴുത്തിട്ടും കരിങ്കായും വരകർഷമൊക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും കായ എടുക്കുന്ന സമയമായി. അതാണ് കേട്ടോ ഞാനിവിടെ കാ പൊട്ടിച്ച് കാണിച്ചത് നിങ്ങളെ. പിന്നെ പറമ്പിലെ മണ്ണുപണിയൊക്കെ ഏകദേശമേ കഴിഞ്ഞിട്ടുള്ളൂ. വാപ്പച്ചി തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനിയും മണ്ണുപണി കിടക്കുവാണ്. കണ്ടോ, ഇങ്ങനെ കുഴിയെടുത്താണ് കേട്ടോ മണ്ണെടുത്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. നമ്മൾ ചിലരൊക്കെ ഈ പറമ്പിലെ കുഴി അപ്പം തന്നെ മൂടിപ്പോവും. അല്ലാത്ത പക്ഷേ കരിയിലയും അതും ഇതുമൊക്കെ വലിച്ചിട്ട് പിറ്റേ വർഷം ആകുമ്പോഴത്തേനും അവിടെ ഏകദേശമൊക്കെ മൂടി വരും കേട്ടോ. ഇത് വാപ്പച്ചി തന്നെ എടുത്തേക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മുള്ളിട്ടതും മണ്ണിട്ടതുമായ വീഡിയോ ഒക്കെ കാണിച്ചപ്പോഴത്തേന് പലരും പറഞ്ഞു മണ്ണുപണി ചെയ്യാറില്ലെന്ന്. നമ്മുടെ ഈ ഭാഗങ്ങളെല്ലാവരും തന്നെ മണ്ണുപണി ചെയ്യും കേട്ടോ. മുള്ളിട്ട് കൊടുത്ത് മണ്ണിട്ടെടുത്തൊക്കെ തൊട്ട് താഴത്തൊക്കെ പറമ്പിൽ കിളച്ച് മറിച്ചിട്ടേക്കുവാണ്. അവരിങ്ങനെ കിളച്ചാണ് എല്ലാ വർഷവും പോകുന്നത്. ഓരോ കർഷകരും ഓരോരോ രീതിയിലാണ് അവരവരുടെ കൃഷികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ജൈവവളം മാത്രം ചെയ്യുന്നവരുണ്ട്, രാസവളവും ജൈവവളവും കൂടി ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ കർഷകരും അവരുടേതായ രീതികളിലാണ് കേട്ടോ. ഞാനങ്ങനെ ആരുടെയോ അഭിപ്രായങ്ങൾ ചോദിക്കാറില്ല. നമുക്ക് നല്ലതെന്ന് തോന്നുന്നു, ശരിയെന്ന് തോന്നുന്നു മാത്രമേ ഞങ്ങളിവിടെ ചെയ്യാറുള്ളൂ. 22 അല്ലെങ്കിൽ 28 ദിവസത്തിന് മുന്നമായിട്ട് നമ്മൾ മരുന്നടിച്ചു കൊടുക്കും, തണ്ട് തുരപ്പനുള്ള മരുന്ന്. അതുകൂടാതെ 40-45 ദിവസത്തിനിടയിൽ വളവും കലക്കി കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കും. ഇത് കറക്റ്റായി മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അത് വീഡിയോ ഇട്ടാലും വീഡിയോ ഇല്ലെങ്കിലും അത് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും മരുന്നടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിടാറില്ല. മരുന്നടിക്കുന്നതും വളമൊഴിക്കുന്നതും ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തന്നേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് മഞ്ഞായതുകൊണ്ട് തന്നെ ഇലയിലെ മഞ്ഞുവെള്ളം മുഴുവൻ ദേഹത്ത് ഇറ്റിറ്റ് ചാടുന്നതുകൊണ്ട്
നമ്മൾ പറമ്പിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം കായ എടുക്കാൻ ആറായോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം കയറി വന്നതാണ്. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിലായിട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു മരുന്നടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് മരുന്നടിക്കുന്നത് ആളെ നിർത്തിയാണ് ഇവർ മരുന്നടിപ്പിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നും കരുതിയിരിക്കുന്നത്. ഇത് ഒരു ജാറിന് 350 രൂപ വെച്ച് കൊടുത്ത് ആളെ നിർത്തി മരുന്നടിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പം അവർ മരുന്നടിക്കുന്നത് നമ്മൾ മരുന്നടിക്കുന്നത് പ്രത്യേകതയുണ്ട്. കണ്ടോ, അവർ പെട്ടെന്ന് അടിച്ചു പോവും, എങ്കിലും ആ ഏലമൊക്കെ നന്നായിട്ട് കുളിപ്പിച്ച് മരുന്നൊക്കെ ഇട്ടിട്ട് ചാടുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമ്മളാണെങ്കിൽ ഇവരോട് ഞാൻ ചോദിച്ചു എന്താ അടിക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു മരുന്നും വളവും കൂടെ ചേർത്താണ് കലക്കി അടിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഏത് മരുന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരത്ര ക്ലിയറായിട്ടൊന്നും നമുക്ക് പറഞ്ഞു തന്നില്ല കേട്ടോ. ഇത്രയേ പറഞ്ഞുള്ളൂ, മരുന്നും വളവും കൂടെ ചേർത്ത് കലക്കി അടിക്കുന്നതാണെന്ന്. അവർ ചുവട്ടിലും ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് പോകുന്നുള്ളൂ. അപ്പം നമ്മൾ മരുന്നടിക്കുന്നതും ആളെ നിർത്തി മരുന്നടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മുള്ളിട്ട് കൊടുത്ത് മണ്ണൊക്കെ ഇട്ട ഏലങ്ങളാണ്. അതപ്പം അത്യാവശ്യം നല്ലതുപോലെ ചിമ്പും ശരമൊക്കെ വരുന്നുണ്ട്. ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ പുതിയതായിട്ട് മാറ്റി വെച്ചൊരു ഏലമാണ് കേട്ടോ. അതും ഏകദേശം പിടിച്ചിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, ദിവസങ്ങളായിട്ട് മഴ കിട്ടിയതിൻ്റെ ഫലമായിട്ട് തന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ടി വന്നില്ല. ആ ഏലവും അത്യാവശ്യം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നല്ലതായിട്ട് തന്നെ മണ്ണിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഏകദേശം ഏലമൊക്കെ നല്ല രീതിയിൽ തന്നെ കയറി വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ആ ഭാഗം ഒന്ന് കാണിച്ചു തന്നതാണ്. മുള്ളിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുള്ളിട്ട് കൊടുത്താലും കുറച്ച് നാൾ കഴിയുമ്പം നല്ലതുപോലെ മണ്ണൊന്ന് തറഞ്ഞു പോകും. പക്ഷെ മണ്ണിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമാണ്. ഞാൻ കാണിച്ചിരുന്നു ആദ്യമൊക്കെ. ഒട്ടും മണ്ണില്ലായിരുന്നു എൻ്റെ ഏലത്തിന്. ഞാൻ തന്നെയായിരുന്നു മണ്ണ് പണിയും എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തത് കൊണ്ട് അത്യാവശ്യം മണ്ണും ഇല്ല, വേര് മുഴുവൻ മണ്ടേ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മണ്ണാക്കിയിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏലമൊക്കെ കിടക്കുന്നത് നോക്കി. അപ്പം കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റായിട്ട് കിട്ടിയേക്കുന്നതുകൊണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ കിട്ടിയേക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ പല ഏലങ്ങളുടെയും മൂട്ടിൽ ചിമ്പും ശരമൊക്കെ പുതിയതായിട്ട് വന്നേക്കുന്നത് നല്ലതുപോലെ കയറി വരുന്നുണ്ട്. ഇനി ആ ഒരു വേനൽ നശിപ്പിച്ച ആ ഒരു സങ്കടമൊക്കെ എനിക്കിപ്പോൾ മാറിക്കിട്ടി കേട്ടോ. കാരണം ഈ ഏലത്തിൻ്റെ മൂട്ടിലേക്കൊക്കെ രാവിലെയും വൈകിട്ടുമൊക്കെ ഞാനിപ്പോൾ ഇറങ്ങാറുണ്ട്. ഞാൻ ഇപ്പോൾ 2 നേരം രാവിലെയും ഇറങ്ങാൻ നോക്കും, വൈകിട്ടും ഇറങ്ങാൻ നോക്കും കഴിവതും. അപ്പോൾ തന്നെ നമുക്കൊരു എന്നാ പറയുന്നത് നല്ലൊരു സന്തോഷമാണ് പറമ്പിൽ ഇറങ്ങുമ്പോൾ. ഇത്രയും നാളും ഏലം പോയല്ലോ, നശിച്ച് കിടക്കുകയാണല്ലോ എന്നൊരു ഫീലായിരുന്നു. എന്താണെങ്കിലും അതൊക്കെ മാറിക്കിട്ടി. കണ്ടോ, നല്ല സെറ്റപ്പായിട്ടാണ് കിടക്കുന്നത്. കുറേ പ്രാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ ഇവിടെ. അതെല്ലാം ഈ വവ്വാൽ നശിപ്പിച്ചിട്ടുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ഏലത്തിൻ്റെ ചോട്ടിൽ കൂടെ ചാടി കിടക്കുവാണ്. ഇനി അടുത്ത മഴയൊക്കെ പെയ്യുമ്പോഴായിരിക്കും മിക്കവാറും പ്രാഷൻ ഫ്രൂട്ട് തൈയുടെ ബഹളമായിരിക്കും. നല്ല പ്രാഷൻ ഫ്രൂട്ടാണ് കേട്ടോ, നീല പ്രാഷൻ ഫ്രൂട്ട്. തൈ ആവുകയാണെങ്കിൽ നമുക്ക് മാറ്റിയൊക്കെ കുഴിച്ച് ഇടാമെന്നുള്ള രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ചിമ്പും ശരമൊക്കെ കയറി വരുന്നത്. കുഴപ്പമില്ല. ഏറ്റവും നശിച്ച് നിന്നൊരു മൂട ഏലമായിരുന്നു. അതും മണ്ണിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം കയറി വരുന്നുണ്ട്. അതാണ് ഞാൻ എടുത്ത് കാണിച്ചു തന്നത്. പിന്നെ ഇവിടെയും 3-ാം റൗണ്ട് കായെടുക്കാറായി കിടക്കുവാണ് കേട്ടോ. അവിടെ ഇച്ചിരി കായെടുത്ത ശേഷമേ ഇവിടുത്തെ എടുക്കുകയുള്ളൂ. ഇനി നമുക്ക് ആളെ നിർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ പറിച്ചെടുക്കാവുന്ന കായേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ കായെടുക്കും. ആദ്യം അവിടെ കായെടുത്ത ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടോ, അത്യാവശ്യം നല്ല സെറ്റായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കയറി വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏലത്തിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഓരോ തട്ടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് തട്ടയൊക്കെ ആകാൻ തുടങ്ങി. നല്ല രീതിയിലൊക്കെ ഏലം പിടിച്ച് വരാനൊക്കെ തുടങ്ങി. നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ മുറ്റത്ത് നിന്ന് വീണ് കിളുത്തൊരു ഏലവും അത്യാവശ്യം അതിനെയും മണ്ണിട്ട് കൊടുത്ത് ലെവലൊക്കെ ആക്കിയപ്പം അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. കണ്ടോ, ചിമ്പും ശരമൊക്കെ അടിച്ച് സൂപ്പറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഒന്ന് കവാത്തെടുത്ത് വിടണം. മഴ ആയതുകൊണ്ട് തന്നെ കവാത്തെടുക്കൽ മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി അത്യാവശ്യം ഒന്ന് ക്ലിയറായിട്ട് നിൽക്കുവാണ്. എങ്കിലും ഉള്ള ചപ്പൊക്കെ പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി നിർത്തുവാണെങ്കിൽ ഒരുപാട് പാടുപെടേണ്ടി വരികയില്ല. മരുന്നടിക്കുന്നതിന് മുമ്പായിട്ട് എന്താണേലും കവാത്തൊന്ന് എടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കാഞ്ഞാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ആവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ അടിച്ചു പോയിരുന്നു. പ്രത്യേകിച്ച് തണ്ടുതുറപ്പൻ്റെ മരുന്ന് നമ്മൾ ഒരു 21-28 ദിവസത്തിനുള്ളിലായിട്ട് അടിച്ചു വിടും. അത് കറക്റ്റ് ഞാൻ അടിച്ചു വിടും കേട്ടോ. തണ്ടുതുറപ്പന് വരുന്നതൊന്നും നോക്കിയിരിക്കുകയില്ല, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്.
തണ്ട് തുരപ്പം കുത്താൻ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ദിവസം അനുസരിച്ച് മരുന്നടിച്ചു വിട്ടില്ലെങ്കിൽ തണ്ട് തുരപ്പം കുത്തുക മാത്രമല്ല കായ്ക്ക് ചൊറിയും പിടിക്കും. അപ്പോൾ കായുടെ വിലയൊക്കെ പോകും. അതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ മരുന്നടിച്ചു വിടും. ഇനി അടുത്ത മരുന്ന് അടിക്കാറായി വരികയാണ്. സമയമനുസരിച്ച് കാലാവസ്ഥ നോക്കി അങ്ങനെയും മരുന്നടിച്ച് വിടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ തൊട്ടതിരെ നിൽക്കുന്ന പറമ്പൊക്കെ കിളയ്ക്കുമായിരുന്നു. ദാണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇവർ കിളച്ചിട്ടേക്കുന്നത്. നമ്മുടെ പറമ്പിൻ്റെ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന പറമ്പാണ്. ഫുൾ അവർ കിളപ്പിക്കുമായിരുന്നു. ഏകദേശം 13 വർഷങ്ങളായിട്ട് ഏലം നോക്കുന്നവരാണ്. അവരെല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഫുള്ള് കിളപ്പിച്ച് വിടും. കിളപ്പിച്ചിട്ട് മിസ്റ്റ് വെച്ച് വെള്ളം അടിച്ചു കൊടുക്കും കേട്ടോ വേനൽ തുടങ്ങുമ്പോഴത്തേന്. അതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളമൊന്നും ഇല്ലാത്തടത്ത് ഇതുപോലെ കിളച്ച് കഴിഞ്ഞ് പണി കിട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. സാധാരണ ഞങ്ങളുടെ ഈ ഭാഗമൊക്കെ നല്ലതായിട്ട് മണ്ണ് പണി നടക്കുന്നിടമാണ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.